ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ എളംകുളത്തുള്ള പോപ്പുലർ ബജാജിലാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ നിന്നെല്ലാം റീഡ് ചെയ്ത് കാണും. നമ്മുടെ ഏറ്റവും പുതിയ NS 200, അതായത് നമ്മുടെ LED DRLും LED ഹെഡ്ലൈറ്റും LED ഇൻഡിക്കേറ്റേഴ്സും പിന്നെ നമ്മുടെ ഡിജിറ്റൽ കൺസോളുള്ള NS ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ, അതായത് ഇതേ ഇരിക്കുന്ന ഈ ഒരു മോഡൽ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഒരു റൈഡ് റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഇന്ന് ജസ്റ്റ് ഈ വണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, വണ്ടിയിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വന്നേക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ വണ്ടിയുടെ പ്രൈസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഫിനാൻസ് ഡീറ്റെയിൽസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എത്ര ഡൗൺ അടയ്ക്കണം, മന്ത്ലി എത്ര പേയ്മെൻറ്റ് വരും, വണ്ടിയുടെ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് വണ്ടി. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും. സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യാസം കാരണം തോന്നില്ല. കാരണം മോഡൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്. അല്ലാത്ത പക്ഷം ഏറെക്കുറെ സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ NS ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള മാറ്റങ്ങൾ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ടയർ പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല. എൻജിൻ വൈസ് നോക്കുവാണെങ്കിൽ അതിലും വ്യത്യാസമില്ല. ഇതിലിപ്പോഴും സെയിം ആ ഒരു 199.5cc ലിക്വിഡ് കൂൾഡ് നോക്കുക. കൂളനും കാര്യമൊക്കെ ഉണ്ട്. ലിക്വിഡ് കൂൾഡ് 4 വാൽവ് SOS എഞ്ചിനാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ N250 കണ്ടുവന്ന ആ ഒരു സ്ലിപ്പർ ക്ലച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ച് പുള്ളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റിയർ വീല് ലോക്ക് ആവില്ല. അതായത് നമ്മൾ ഒരു ഹാർഡ് ഡൗൺ ഷിഫ്റ്റ്, അതായത് ഒരു 4th നിന്ന് പെട്ടെന്ന് ഫസ്റ്റിലേക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ 5th നിന്ന് പെട്ടെന്ന് 2nd ഇടുമ്പോഴോ വണ്ടിയുടെ റിയർ വീലും കാര്യങ്ങളൊന്നും ലോക്കാവില്ല. അതിനാണ് നമ്മുടെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അതുകൂടാണ്ട് തന്നെ ക്ലച്ച് പുള്ളും കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും. അല്ലാത്ത പക്ഷം മെക്കാനിക്കലി വേറെ ചേഞ്ചും ഇല്ല. പിന്നെ ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പെരിമീറ്റർ ഫ്രെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ആ ഒരു സെയിം ബോക്സർ സ്വിങ്ങാം, അണ്ടർബെല്ലി എക്സോസ്റ്റ്, സെയിം സീറ്റ്, സെയിം ഗ്രാബറിൽ അത് തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇതൊരു പ്രൊജക്ടർ സെറ്റപ്പ് അല്ല. ഈ ഒരു ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, LED എടുത്തിട്ട് പഴയതിൽ കുത്തിക്കയറ്റിക്കണല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഹെഡിൻ്റെ ഇവിടെ കണ്ടോ, നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിലെ ഒപ്റ്റിമസ് പ്രൈനെ പോലെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഫേഷ്യ പോലെ ഉണ്ട്. പിന്നെ ആ ഒരു പൈലറ്റ് ലാമ്പ് ഉണ്ടായില്ല 2 അത് പോയിട്ട് ഒരു വലിയ എന്താ പറയുക, ഞാൻ ഓണായി കാണിച്ചു തരാം. കണ്ടോ, വലിയ 2 DRL വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. നിങ്ങൾ ദൂരനെ കാണുമ്പോഴത്തേക്കും ശരിക്കും എന്താ പറയുക, അതിങ്ങനെ പ്രൊണൗൺസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഇത് മൊത്തം LED ആയിട്ടുണ്ട്. കണ്ടോ, അടിയിൽ LED വരുന്നുണ്ട്, മേളിലും LED വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുതിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ. അത് കൂടാണ്ട് തന്നെ ഈ ഒരു പീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രീവിയസിന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വൈസർ ആണെങ്കിലും ഈ ഒരു പീസ് മൊത്തത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വണ്ടിക്ക് ഇപ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമ്മുടെ പ്രീവിയസിൽ വന്നുകൊണ്ടിരുന്നത് ഹാലജൻ ബൾബായിരുന്നു. അത് മാറിയിട്ട് നമ്മുടെ ബജാജ് KTM കൊണ്ടുവന്ന അടിപൊളി ഇൻഡിക്കേറ്ററാണ് കേട്ടോ. നല്ല ബ്രൈറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അത് കൂടാണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നല്ല പൈസ വരും. പിന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താ പറയുക, ആ ഒരു കൺസോൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അത് കൂടാണ്ട് തന്നെ കോൾ അലേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കോളും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും. സ്മാർട്ട് കണക്ട് എന്നാണ് ബജാജ് അതിനെ വിളിക്കുന്നത്. ബജാജിൻ്റെ മയർ റൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഫോണിൽ എടുത്ത് കാണിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കണേന്ന്. ഞാൻ ജസ്റ്റ് കൺസോൾ ഓണായി കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ RPM മീറ്റർ പോയിട്ടുണ്ട്. ഇവിടെ ഫ്യൂൽ ഗേജ് പോയിട്ടുണ്ട്. ഇത് കുറച്ച് കൺഫ്യൂഷനാണ്. ഫ്യൂൽ ഗേജ് ഇവിടെയും അത് കഴിഞ്ഞിട്ട് RPM മീറ്റർ ഇങ്ങനെ പോയെന്ന് കാണാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഒരു വാണിംഗ് കൊടുത്ത് കാണാൻ പറ്റും. നമുക്ക് എൻജിൻ ഗിൽ സ്വിച്ച് ഓണാക്കാം. ഓണാക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂട്രൽ കാണാൻ പറ്റും. ന്യൂട്രൽ 2 കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്റർ ഉണ്ട്, സൈഡ് സൈൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ആവറേജ് ഫ്യൂൽ എക്കോണമിയാണ്. പിന്നെ ഫ്യൂവൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് വണ്ടി ടോഗിൾ ചെയ്യുന്നത് ഇവിടെയും M ബട്ടൺ ഉണ്ട്, അത് കൂടാണ്ട് ഇവിടെയും M ബട്ടൺ ഉണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അവർക്ക് വേറെ എന്തെങ്കിലും ലെറ്റർ യൂസ് ചെയ്യായിരുന്നു. നമ്മൾ M ബട്ടൺ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ പറയുക, റീഫ്യൂവൽ കാണിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ആവറേജ് ഫ്യൂൽ എക്കോണമി B കാണിക്കുന്നുണ്ട്, വാണിംഗ് കാണിക്കുന്നുണ്ട്, സെറ്റിങ്സിൽ കയറാനുള്ള മെനു, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി. യെസ്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. യെസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് കാണിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് RPM ലിമിറ്റ് കാണിക്കുന്നുണ്ട്, വാണിംഗ് അങ്ങനെയുള്ള ലൈറ്റൊക്കെ നിങ്ങൾ ഓണാക്കിയപ്പോൾ തന്നെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഇവിടെ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. യെസ്, അതൊക്കെ വാണിംഗ് കാര്യങ്ങൾ, കോളിൻ്റെയും ടേൺ ബൈ ടേൺ നാവിഗേഷൻ്റെയും ഇപ്പോൾ വാണിംഗ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ വേറെ വലിയതായിട്ടൊന്നും ഈ വണ്ടിയിൽ വരുന്നില്ല. മൊത്തത്തിൽ കൺസോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കാണുന്നതിനും കുറച്ചും കൂടി വലുതാണ്. എന്നാൽ അവർക്ക് ഈ ഒരു ഫുൾ സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്യായിരുന്നു.
കാരണം ഇത്രയും സ്ക്രീൻ ഉണ്ടായിട്ട് അവർ ഇത്രയും ചെറിയതിൽ മാത്രമാണ് ആ ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേ അടിപൊളിയാണ് കേട്ടോ, നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബ്രൈറ്റ്നസ് ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പരാതിയൊന്നുമില്ല. എൻ്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുള്ളത് മാത്രമാണ്. പിന്നെ നമുക്കിവിടെ ആരും പറയാത്ത ഒരു കാര്യമാണ്, ഇവിടെ ഒരു USB ചാർജർ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, ഹിഡൻ ആണ്, എന്നാലും നമുക്കിവിടെ USB ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കയറിയെന്ന് കാണിച്ചു തരാം. കണ്ടോ, മൊത്തത്തിൽ ഭയങ്കര വലിയ ഹെഡാണ്. അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ വണ്ടി കയറുമ്പോൾ നോട്ടീസ് ചെയ്യുമ്പോൾ കാര്യമാണ്, ഭയങ്കര ജാമണ്ട ഹെഡാണ്. പക്ഷേ ആകെ ഈ ഒരു ഇത്ര മീസേ കൺസോൾ വരുന്നുള്ളൂ. സ്വിച്ച് ഗിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ബാക്ക് ലൈറ്റ് സ്വിച്ച് എടുത്ത് കളഞ്ഞു. യെസ്, ഇപ്പോൾ ബാക്ക് ലൈറ്റ് ഇല്ലെന്നാണ് തോന്നണേ. യെസ്, ബാക്ക് ലൈറ്റ് ഉണ്ട്, സോറി ഗൈസ്. ആ ബ്ലൂ ബാക്ക് ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുട്ടത്ത് പോകുമ്പോൾ നല്ല രസമാണ്. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ മോഡ് ബട്ടൺ, ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ ഗിൽ സ്വിച്ച്, പിന്നെ പ്രൊജക്ടർ ഓൺ ചെയ്യുക, LED ലൈറ്റ് ഹൈ ബീം ലോ ബീം ആക്കുക, പിന്നെ സ്റ്റാർട്ട് സ്വിച്ചും വരുന്നുണ്ട്. പക്ഷേ സ്വിച്ച് ഗിയർ ക്വാളിറ്റി നമ്മുടെ പഴയ NSൻ്റെ തന്നെയാണ് കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ആ ഒരു RSൻ്റെ ഡോമിനാറിൻ്റെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്വിച്ച് ഗിയറും കാലം കൊടുക്കായിരുന്നു. പിന്നെ എന്താ പറയുക, റൈഡിങ് പേഴ്സിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും എന്താ പറയുക, ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ് വരുന്നത്. വണ്ടി കുറച്ച് സ്പോർട്ടിയാണ്, നല്ല രസമാണ്. ആ ഒരു ഫ്രണ്ട് എൻഡ് ഫീൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ ക്ലിപ്പ് ഓണും ഹാൻഡിൽ ബാർ വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റിൽ നിന്ന് ഒരു ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ട് അതിലാണ് ഹാൻഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഫോർക്കായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഈ ഒരു 2 പീസ് വെക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പീസ് സ്ട്രൈറ്റ് ടു ആ ഒരു എന്താ പറയുക ഫോർക്കിൻ്റെ മുകളിൽ മൗണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്ക് കൺട്രോൾ ചെയ്യുന്ന പോലെ കുറച്ചും കൂടി കണക്ഷൻ നമുക്കിതിൽ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി കണക്ഷൻ കാരണം കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു അമേസിങ് പെയിൻറ്റ് ജോബാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്താ പറയുക, ഒരു 10 വർഷം പഴക്കമുള്ള വണ്ടി 2024 കലക്കനായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഒരു പെയിൻ സ്കീം തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു 200 എന്നുള്ള സ്റ്റിക്കറൊക്കെ ആണെങ്കിലും നല്ല പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്, നല്ല രസമാണ്. പിന്നെ ഡിസ്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് ഡിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പെറ്റൽ ഡിസ്ക് അല്ല, സെയിം 300 mm ഡിസ്ക് ആണെങ്കിൽ നമ്മുടെ N250 ആദ്യം അവതരിപ്പിച്ച ഡിസ്ക്കാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രമേക്കിൻ്റെ കാലിപ്പേഴ്സാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര മാസീവ് എന്ന് പറയാനുള്ള കുറച്ചും കൂടി മെലിഞ്ഞ ഒരു 33 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു അലോയ് നിങ്ങൾക്ക് RSൻ്റെ ഒക്കെ സെയിം ആണ് തോന്നുന്നുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. ഈ അലോയ് എന്ന് പറയുന്നത് ഫ്രണ്ടും ബാക്കും 500 gram വെച്ച് കുറവാണ്. അപ്പോൾ ടോട്ടലി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 1 kg കുറവാണ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിലും വളരെ മാസീവായിട്ടുള്ള സീറ്റാണ്. ഇവിടെ ആണെങ്കിൽ സീറ്റിങ്ങിന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്, സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഒരു 12 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് അറൗണ്ട് ഒരു 35 to 40 ഒക്കെ മൈലേജ് കിട്ടിയവരുണ്ട്. മിനിമം ഒരു 30 കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. നല്ല മൈലേജാണ്. പക്ഷേ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതൊന്നുമല്ല, ഇതിൻ്റെ ഒരു പെർഫോമൻസും ഒരു എക്സോസ് നോട്ടും കേട്ടോ. അടിപൊളി എക്സോസ് നോട്ടാണ്, കേട്ടുകൊണ്ട് ഓടിക്കാനുണ്ടല്ലോ എൻ്റെ മോനെ ജാതി ഫീലാണ്. എസ്പെഷ്യലി നമ്മളും ഈ വണ്ടിയും ഒരു ഫോറസ്റ്റ് റോഡ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഓ മോനെ വേറെ ലെവൽ ഫീലാണ് ഇതിൻ്റെ എക്സോസ് റോഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ സെൻട്രൽ സ്റ്റാൻഡ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. വേറൊരു വണ്ടിയിൽ ഇപ്പോൾ കാണാറില്ല. 200 cc ഐ തിങ്ക് സെൻട്രൽ സ്റ്റാൻഡ് കൊണ്ടുവരുന്ന ആദ്യത്തെ വണ്ടി അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്ട്രീം എസ്സിനോ അതിനെന്തോ ഉണ്ടെന്നാണ് തോന്നണേ. എനിവേ നമുക്ക് ഇതിൽ സെൻട്രൽ സ്റ്റാൻഡിങ് കാറിലൊക്കെ എപ്പോഴും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവരും ഇത് മേടിച്ച് അഴിച്ച് കളയും. പിന്നെ ബോക്സ് സെക്ഷൻ സിംഗമാണ്. ബാക്കിൽ നമുക്ക് ടയർ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 100 സെക്ഷൻ ടയറും ബാക്കിൽ ഒരു 130 സെക്ഷൻ ടയറും വരുന്നുണ്ട്. നമ്മുടെ N250 അടുത്തായിട്ട് ഫ്രണ്ടിൽ 110ഉം ബാക്കിൽ 140ഉം കൊണ്ടുവന്നു. പക്ഷേ ഇതിലിപ്പോഴും ആ ഒരു തിന്നറായിട്ടുള്ള 100 സെക്ഷനും ബാക്കിൽ 130 സെക്ഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൂവ് ടു ദ ബാക്ക് വേറൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പീസാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് പറയാൻ കാരണം ഇതിപ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക, ഐ തിങ്ക് അഡാപ്റ്റേഴ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ ഇത് അവർ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി ഇത് കുറച്ച് വലുതാണ്, കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് വേറെ വ്യത്യാസം. LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിന് തന്നെ. പിന്നെ സൈഡിലേക്കാണെങ്കിൽ നല്ല വൃത്തികേടായിട്ടുള്ള ഒരു സാരി കാർഡ് വരുന്നുണ്ട്. വണ്ടിക്ക് നമുക്കിപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2.05 lakh ആണ് കൊച്ചിയിൽ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 30 മിനിമം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റും. നമുക്ക് മന്ത്ലി ഒരു 6000 ആ ഒരു ലെവലിലേക്ക് EMI കാരണം വരുന്നുണ്ട്. 3 year ആണ്. ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ പഴയ NS, അതായത് ആ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റുള്ള NS ഇപ്പോഴും അവൈലബിൾ ആണ്. കാരണം അതിൻ്റെ ആ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കുള്ള മോഡൽ ഈ വർഷം കൊണ്ടുവന്നുകൊണ്ട് തന്നെ അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1.96 ആ ഒരു ലെവലിലേക്കാണ്. ഐ മീൻ ഒരു 10,000 rupees വ്യത്യാസം ഇത് തമ്മിലുണ്ട്. അത് ഇപ്പോൾ അവൈലബിൾ ആണ്. എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല. ഇവരെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സ്റ്റോക്ക് അവർക്ക് വരുന്നുണ്ട്. 2023 ലേറ്റ് എൻഡിൽ ഇറക്കിയതുകൊണ്ട് തന്നെ ആ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അതിപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അത് ഇറക്കാം. അതിലാകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഹാലജൻ ഹെഡ്ലൈറ്റ്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ എന്താ പറയുക എൻ്റെ മോനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ ബാറ്ററി കട്ട് ഓഫാണ്. ഈ ഒരു
ആ ഒരു ഓൾഡ് സ്കൂൾ ഫീൽ, ആ ഒരു RPM മീറ്ററും ആ ഒരു ഡിജിറ്റൽ, ആ ഒരു എന്താ പറയുക, അടിപൊളിയാണ് ആ ഒരു കോമ്പിനേഷൻ. നല്ല രസമാണ് ഇതിനെ കയറി പോകാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആ ടെയിൽ സെക്ഷൻ കണ്ടോ, ഇതിൻ്റെ ടെയിൽ സെക്ഷൻ നോക്കി വളരെ ഷോർട്ടാണ്, ഇൻഡിക്കേറ്റർ വരുന്നത് ഇത്രയും കയറിയാണ്. അതിൻ്റെ ടെയിൽ ടൈഡ് നിങ്ങൾ കണ്ടല്ലേ, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലോ, സൈഡിനൊക്കെ നോക്കുവാണെങ്കിൽ ഇത് പുതിയതാണോ പഴയതാണോ ഒറ്റ നടത്തി മനസ്സിലാവില്ല, സെയിം ആണ്. ഈവൻ പെയിൻ സ്കീം വരെ സെയിം ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു വൈസറിൻ്റെ പീസൊക്കെ ഇതിന് കുറച്ചും കൂടി ചെറിയ വൈസറും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിന് കുറച്ചും കൂടി വലുതാണ്. പിന്നെ ആ ഒരു ഐക്കോണിക് പൈലറ്റ് ലാമ്പ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ട്രാൻസ്ഫോമേഴ്സിന് പോലത്തെ ബമ്പും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ യെസ്, അതൊക്കെ തന്നെ ഒരു നമ്മുടെ ഈ ഒരു NS 200 വാക്ക്റൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ NS ഫാൻ ബോയ്സിന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ NS 400 മെയ് 3 ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കുറേ റൂമേഴ്സ് ഇട്ടിട്ടുണ്ട് RS 200 വരുന്നെന്ന് പറയുന്നുണ്ട്. പോയി ഇത് RS 200 ആണോ 400 ആണോ ഇപ്പോഴും കൺഫേം അല്ല. അതല്ല, അത് F250 ആണ്, അപ്ഡേറ്റഡ് F250 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കുറേ റൂമേഴ്സാണ്. എന്തായാലും മെയ് 3 നമുക്കറിയാം. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് എടുത്തിട്ട് ഒരു റൗണ്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് NS 200 ചെറിയൊരു ഷോർട്ട് ഡ്രൈവ് എടുക്കാം. വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറഞ്ഞു വണ്ടി പൊട്ടിക്കൊന്ന് സ്പോർട്ടിയാണ്. ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ടോട്ട് ആഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പുതിയ കൺസോൾ കാണാൻ പറ്റും. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 805 mm ആണ്. അത് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. പക്ഷേ ഞാൻ ടൈറ്റ് ജീൻസ് ഇട്ടുകൊണ്ട് എനിക്കൊരു ഹാഫ് ഫുട്ട് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഷോർട്ട് ഡ്രൈവ് ആണേ, ഇല്ലെങ്കിൽ വഴി കിടക്കും. ഓ മാൻ, എക്സോസ് നോട്ട്, ഓ പൊളി. ഈ കൺസോള് എന്തോ പോലെ കേട്ടോ. ഓ മാൻ, ക്ലച്ച്. കാരണം ഇത്രയും നാൾ നമ്മൾ പഴയ കൺസോൾ വന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കൺസോൾ കാണുമ്പോഴത്തേക്കും എന്തോ പോലെ തോന്നുന്നുണ്ട്. വേറെ ഏതോ വണ്ടിയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് തോന്നണേ കേട്ടോ. നമ്മളെന്താ പറയുക, ബജാജിൻ്റെ വണ്ടിയാണെന്ന് തോന്നണേ ഇല്ല. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, നല്ലൊരു ഇമ്പ്രഷൻ തരുന്നുണ്ട്. ശരിക്കും ഒരു അപ്ഡേറ്റഡ് മോഡൽ എന്നുള്ള രീതിയിലുള്ളൊരു ഇമ്പ്രഷൻ കാര്യങ്ങളൊക്കെ വണ്ടി തരുന്നുണ്ട്. പക്ഷേ ഐ പ്രിഫർ ദി ഓൾഡർ വൺ. അതാണ് കുറച്ചും കൂടി ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓ മാൻ, വണ്ടി ഫീൽസ് എക്സാക്ട്ലി ദ സെയിം. ആ ഒരു പ്രീവിയസ് മോഡൽ പോലെ തന്നെയാണ് തോന്നുന്നത്. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. മിറേഴ്സ് ആക്ച്വലി പഴയത് തന്നെ ക്യാരി ചെയ്തേക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, റിഫൈൻമെൻറ്റ് മൊത്തത്തിലൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒന്നും കൂടി എന്താ പറയുക, ഓ മാൻ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നെ സസ്പെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് അത്യാവശ്യം സോഫ്റ്റ് ആണ്. ഓ മാൻ, ബ്രില്യൻ്റ് എക്സോസ് നോട്ട്. ഞാൻ NSൻ്റെ എക്സോസ് നോട്ടിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. പറയാം, സസ്പെൻഷൻ ഞാൻ പറഞ്ഞു ഫ്രണ്ട് അത്യാവശ്യം ഒരു മീഡിയം സെറ്റിങ്സിലാണ് നടക്കുന്നത്. റിയർ നോക്കുവാണെങ്കിൽ റിയർ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. റിയർ അവർ എന്തോ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി സോഫ്റ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള ഈ ഒരു കൺസോള്, അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ NS ഒരുപാട് ഓടിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക, BS3 BS4 ഇതിന് മുമ്പുള്ള വെർഷൻ അതൊക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് NS. വേറെ ഏതോ വണ്ടി പോലെ ഇരിക്കുന്നുണ്ട്. ഓ യുട്ടേണൊക്കെ അടിക്കാനൊക്കെ. ഓ പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പുൾ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പ്രീവിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്ലച്ച് ഫീൽസ് എ ലോട്ട് ലൈറ്റർ ഈസിലി. ഇപ്പോൾ ഞാനിപ്പോൾ 5th ഗിയറിൽ സ്പീഡോ ഡിസ്കണക്റ്റ് ആണല്ലേ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ക്രൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്ന് പഴയ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഓ മാൻ, ആ ഒരു സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്താ പറയുക, അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് വൈസ് നല്ല രസമായിട്ടുണ്ട്. വണ്ടി കുറച്ചും കൂടി പോയിൻ്റ് ആയി. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഇതിനൊരു 110 സെക്ഷൻ ഫ്രണ്ട് ടയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. കാരണം N250 ആ ഒരു 110 സെക്ഷൻ ടയർ വന്നുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്മൂത്തായി. പൊളിച്ച്. പെട്രോൾ തീർന്നു ഗൈസ്. എന്താ ടൈമിങ്, കറക്റ്റ് ബജാജിൻ്റെ ഷോറൂമിലത്തേക്കും പെട്രോൾ തീർന്നു. തുമ്പി ഗൈസ്, വണ്ടിയുടെ പെട്രോൾ നൈസായിട്ട് തീർന്നു. തള്ളിക്കോ പോവില്ല. തള്ളല്ലേ തള്ളിക്കോ. ഇല്ല തള്ളടാ, ബാക്കിൽ വണ്ടി വന്നി. ഇപ്പുറത്തേക്ക് കിട്ടോ, വെയിറ്റ് ഉണ്ടല്ലേ. ഗായ്സ്, നമ്മൾ വണ്ടി തള്ളുവാണ്. R15 പവർ കുറച്ചുകൂടി.
ആടാ മതിയടാ എത്തി അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, cheers.